ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഫഫബ എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമയിലെ ടീസർ വന്നിട്ടുണ്ട്. ഇതിന് ഒരു ഫുൾ ഫോം ഉണ്ട് കേട്ടോ, ഫയം ഭക്തി ബഹുമാനം. ഇതിനെ ഷോർട്ടാക്കിയാണ് ഫ എന്ന് പറയാൻ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് വേഗം തന്നെ ടീസറിലേക്ക് പോവാം. പ്രാന്തന്മാരുടെ നാടാണ്. കണ്ടിട്ട് ബഡ്ജറ്റ് നന്നായിട്ട് മുടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബഡ്ജറ്റ് മുടക്കി തന്നെ അതേപോലത്തെ സിനിമകളൊക്കെ ചെയ്യണം സത്യം പറയാം. കാരണം ദിലീപിൻ്റെ തങ്കമണി എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്. എൻ്റെ പൊന്നു, ആ സിനിമയുടെ ഏറ്റവും വലിയ വില്ലൻ ആ സിനിമയുടെ ബഡ്ജറ്റായിരുന്നു. 100 രൂപ മുടക്കി ചെയ്ത പോലെ ഇരിക്കും. അങ്ങനത്തെ കൂതർ മേക്കിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ ആയിരുന്നു. ഡ്രസ് കോഡാണെങ്കിൽ അതും. ദിലീപ് ജനപ്രിയ നായകൻ. പുള്ളി ഒരു കാലത്ത് ഭരിച്ചുകൊണ്ടെന്ന്, പിന്നെ ഒരു കേസൊക്കെ വന്നപ്പം ഡൗണായി. ഇതോടെ പിടിച്ച് കയറിയാതെയായിരുന്നു. അവസാനം ഇറങ്ങിയ കൊള്ളായിരുന്നു, അതിന് മുമ്പ് ഇറങ്ങിയ എല്ലാം പടക്കമായിരുന്നു. വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ ഒരു അഴിങ്ങാട്ടം കാണും. പുള്ളി പക്ഷേ വില്ലനാണെന്നാണ് കേട്ടത്. നോക്കാം, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. തള്ള ഓപ്പൺ അല്ല, ധ്യാൻ ശ്രീനിവാസൻ. തഗ് രാജകുമാരന്മാരെല്ലാവരും ഉണ്ട്. ഇപ്പോൾ തിയേറ്റർ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. സ്റ്റോറി ഒന്നും പറയാൻ പറ്റില്ല, രണ്ടൊന്നും മനസ്സിലാവണില്ല സ്റ്റോറി ബേസ്. ഇതിലെ മ്യൂസിക് ഉള്ള കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശ്രദ്ധിച്ചോട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൈസാണ്. അങ്ങനെ ഗോകുലം ഗോപാലൻ ടീമാണിത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവർ നല്ല നല്ല ടീമാണ്, അവരെ പറ്റിയൊന്നും പറയാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. നല്ല കിട്ടിൽ ഇടിവെട്ട് ടീസറായിരുന്നു. എന്താണെങ്കിലും നല്ല പൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പൈസ മുടക്കിയിട്ടുണ്ട്. സ്റ്റോറി ബേസ് ഞാൻ നോക്കുന്നില്ല, എന്നാലും പടം തിയേറ്ററിൽ പോയി ഞാൻ കാണും. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഇതിൽ പറയാം, ഈ ചാനലിലൊന്ന് പറയാം. നല്ല ഇടിവെട്ട്, നല്ല പക്ക എൻ്റർടൈനായിട്ട് ചെയ്തിട്ടുണ്ട് സാധനം. ഇനി സിനിമ ഇറങ്ങുമ്പോൾ അറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണതെന്ന്. എന്തായാലും ഇതോടുകൂടെ ദിലീപ് നല്ലൊരു രീതിയിൽ തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഓക്കെ, ബൈ.